الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഒരു പുതുവർഷം പുലർന്നിരിക്കുകയാണ്. ഹിജ്റ 1434 വർഷം. യഥാർത്ഥത്തിൽ ഇന്ന് പുതുവത്സരത്തിൻ്റെ സുദിനമാണ്. ഇസ്ലാമിക സംസ്കാരത്തെ അറിഞ്ഞ് അതിൽ ഊറ്റം കൊള്ളുന്ന ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ പല സാംസ്കാരിക തനിമകളും കീഴ്മേൽ മറിയുകയും അതിൻ്റെ പ്രാധാന്യം അട്ടിമറിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അറിയാതെ പോവുകയാണ്. അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലത്തെ കണക്ക് കൂട്ടിയതും മാസത്തെ ക്രമീകരിച്ചതുമൊക്കെ ഹിജ്റ വർഷത്തിലെ മാസങ്ങളായി നാം ഗണിക്കുന്ന മുഹറമിൽ തുടങ്ങി ദുൽഹജ്ജിൽ അവസാനിക്കുന്ന 12 മാസങ്ങളെയാണ്. ആ കാലഗണനയാവട്ടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒന്നല്ല. ഭൂമുഖത്ത് മനുഷ്യകുലം അധിവസിക്കാൻ തുടങ്ങിയ നാള് മുതൽ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലം മുതൽ ഒരു സാങ്കേതിക
വിദ്യയും കൈവശമില്ലാത്ത കാലഘട്ടത്തിൽ തുടങ്ങി ചന്ദ്രന്റെ ഉദയത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ വൃദ്ധിക്ഷയങ്ങളെ യഥാവിധി നിരീക്ഷിച്ചുകൊണ്ട് മാലോകർ പരിചയിച്ച അനുഭവിച്ച അള്ളാഹു മാലോകർക്ക് നിർണയിച്ചു കൊടുത്ത കാലഗണനയാണ് മുഹറമിൽ തുടങ്ങി ദുൽഹജ്ജിൽ അവസാനിക്കുന്ന 12 മാസങ്ങൾ. മഹാരഥന്മാരായ അംബിയാ മുർസലുകൾ ഈ കാലഗണനയിലൂടെയാണ് കടന്നുപോയത്. ഹിജ്റ വർഷം എന്ന ഒരു ക്രമം ഈ കാലഗണനയുടെ വാർഷിക ക്രമമായി കടന്നു വന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണെന്ന് മാത്രം. അതിനു മുമ്പും മനുഷ്യകുലത്തിന്റെ തുടക്കം മുതൽ ഈ 12 മാസങ്ങളെയാണ് യഥാവിധി കണക്ക് കൂട്ടിയിരുന്നത് എന്ന് നാം അറിയണം. സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും നമ്മുടെ ഒരു സാമൂഹ്യക്രമം നിലനിൽക്കുന്ന വ്യവസ്ഥയും സൗരവർഷ കലണ്ടറിനെയാണ് അനുധാവനം ചെയ്യുന്നത്. ഗ്രിഗോറിയൻ കലണ്ടർ. അതിൻ്റെ ക്രമത്തിൽ കാര്യങ്ങളെ അറിഞ്ഞും അറിയിച്ചും തീയതികളെ കുറിച്ചും ഉറപ്പിച്ചും പരിചയിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ശീലം വിശ്വാസി സമൂഹമായ നമ്മിലും ഉണ്ടാവുക എന്നത് ഒരു വലിയ കുറ്റമല്ല. പക്ഷെ നമ്മുടെ സാംസ്കാരിക തനിമയെയും സർവോപരി അള്ളാഹു നിർണയിച്ചു നൽകിയ ഈ കാലഗണനയെയും അറിയാതെ പോവുക എന്നത് വലിയ ഒരു കുറവ് തന്നെയാണ്. ആ കുറവ് എന്തായിരുന്നാലും ബോധപൂർവം നികത്താനുള്ള ശ്രമം മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട്. മഹാനായ ഡോക്ടർ യൂസുഫുൽ ഖർളാവി തന്റെ ഫിഖ്ഹു സക്കാത്ത് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന് ഒരു അളവ് തൂക്ക സമ്പ്രദായമുണ്ടായിരുന്നു, ഒരു മെഷർമെന്റ്. ഇസ്ലാമിന് ഒരു ദൂരനിർണയത്തിന്റെ തോതും ഉണ്ടായിരുന്നു. മുദ്ദു നബിയു, സാഉ നബിയു, മുദ്ദ്, സാഉ എന്നിങ്ങനെ ആ അളവുകൾ കൃത്യമായി ഹദീസിലും അതിൻ്റെ തുടർച്ചയിൽ മഹാന്മാരായ ഫുഖഹാക്കൾ അവരുടെ ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അധിനിവേശ ശക്തികളുടെ അധിനിവേശത്തിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ സ്വന്തം അളവും തൂക്കവും ഒരു ലോക വ്യവസ്ഥിതിയിൽ തന്നെ യഥാവിധി തുടരാനും നിലനിൽക്കാനും അർഹതയും യോഗ്യതയുമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സംസ്കാരവും നമുക്ക് കൈമോശം വരികയാണ് ചെയ്തത്. അക്കൂട്ടത്തിൽ ഈ പറയുന്ന കാലഗണനയെ നിർണയിക്കുന്ന കലണ്ടർ സംസ്കാരവും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന ബോധം യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പോപ്പ് ഗ്രിഗറി 8ാമന്റെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഈ ഗ്രിഗോറിയൻ കലണ്ടർ 170 വർഷത്തിനു ശേഷം ബ്രിട്ടന്റെ ഔദ്യോഗിക കലണ്ടറായിട്ട് മാറുകയും കോളനി വൽക്കരണത്തിന്റെ ഭാഗമായി ബ്രിട്ടൻ എവിടെയെല്ലാം കയറി വന്നുവോ അവിടെയെല്ലാം ഈ കലണ്ടർ അടിച്ചേൽപ്പിക്കുകയും ചെയ്തതിന്റെ തുടർച്ചയിലാണ് നാം ഇന്ന് കണക്ക് കൂട്ടുന്ന ഇംഗ്ലീഷ് കലണ്ടർ അല്ലെങ്കിൽ സൗര കലണ്ടർ, സൗരവർഷ കലണ്ടർ, അതുമല്ലെങ്കിൽ ശരിയായ പേരിൽ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്ന ഈ സംസ്കാരം ഇന്ന് നമുക്കിടയിൽ വ്യാപകമായത്. മുസ്ലിം നാടുകളെ കോളനിവൽക്കരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അറേബ്യൻ ഉപദ്വീപിലും ആഫ്രോ ഏഷ്യൻ പ്രദേശങ്ങളിലുമൊക്കെ നിലകൊള്ളുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഇങ്ങനെയുള്ള ഒരു ക്രമം തെറ്റൽ സംഭവിച്ചു. ഇന്ന് അറിയപ്പെടുന്ന മുസ്ലിം രാജ്യങ്ങളിൽ ഹിജ്റ കലണ്ടർ എന്ന നിലക്ക് ഈ കലണ്ടറിലെ തീയതികളെ പരിഗണിക്കുന്നുണ്ട് എങ്കിലും അവരും ഹിജ്റ വർഷത്തേക്കാൾ അധികം 11 ദിവസം കൂടുതലുണ്ട് എന്നതിനാൽ അറിയപ്പെടുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ കമ്പനികൾ തൊഴിലാളികളെ 11 ദിവസം കൂടി കൂടുതലായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന
ലാഭേച്ഛലാക്കാക്കിക്കൊണ്ട് ഹിജ്റ കലണ്ടറിനെ മാറ്റിവെച്ച് സൗര കലണ്ടർ തന്നെയാണ് ശമ്പളം കൊടുക്കാനും വർഷം കണക്കാക്കാനും ഉപയോഗപ്പെടുന്നത് എന്നതും ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഒരു വിഷയത്തിന്റെ മർമ്മം സഹോദരന്മാരുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വരാൻ വേണ്ടിയാണ് ഇത്രയും മുമ്പിൽ വെച്ചത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ സൂറ അത്തൗബയിൽ 36-ാം സൂക്തത്തിൽ ഈ വിഷയത്തിന്റെ ഗൗരവം നാഥൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. കാലങ്ങളെ അള്ളാഹു നിർണയിച്ച കാലഗണന എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ 12 മാസങ്ങൾ ചേരുന്ന ഒരു വർഷമാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്. മാസങ്ങളുടെ ഗണന കണക്ക് അള്ളാഹുവിന്റെ അടുക്കൽ 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അവന്റെ ഗ്രന്ഥത്തിൽ ക്ലിപ്തപ്പെടുത്തപ്പെട്ടത് 12 മാസങ്ങളായിട്ടാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതലേ അങ്ങനെയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതലേ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറമിൽ തുടങ്ങി ദുൽഹജ്ജിൽ അവസാനിക്കുന്ന 12 മാസങ്ങളായിട്ടാണ് കാലങ്ങളെ നിജപ്പെടുത്തിയിരിക്കുന്നത്. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 മാസങ്ങൾ യുദ്ധം നിരോധിക്കപ്പെട്ട പവിത്ര മാസങ്ങളാണ്. ശാന്തിയും സമാധാനവും നിലനിൽക്കേണ്ടുന്ന, ഒരിക്കലും ഭംഗം വരുത്താൻ പാടില്ലാത്ത വിധം സമൂഹം ആചരിക്കേണ്ടുന്ന 4 മാസങ്ങളാണ് അതിൽ പവിത്രമായ 4 എണ്ണം. ദാലിക ദീനുൽ ഖയ്യിം. ഇതാണ് തമ്പുരാന്റെ ശരിയായ ദീൻ. ഇതാണ് ശരിയായ ദീൻ എന്ന് സൂറ തൗബയിൽ അള്ളാഹു പരിചയപ്പെടുത്തിയ ഈ വശം കാലഗണന കണക്ക് കൂട്ടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ശരിയായ ദീൻ എന്ന പ്രയോഗം വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരു തലം ഇങ്ങനെയാണ്: ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയൂതുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഋജുമാനസനായി നിന്നുകൊണ്ട് വക്രതയില്ലാതെ തമ്പുരാന് പൂർണ്ണമായും വഴിപ്പെട്ട് അവനെ നമസ്കരിക്കുകയും അവന്റെ കൽപ്പനാനുസാരം സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക എന്നത് വദാലിക ദീനുൽ ഖയ്യിമ. അത് ശരിയായ ദീനാണ്. അപ്പൊ നമസ്കാരം ശരിയായ ദീനാണ് എങ്കിൽ, സക്കാത്ത് ശരിയായ ദീനാണ് എങ്കിൽ, 12 മാസങ്ങൾ ചേരുന്ന ഈ കാലഗണന സ്വീകരിക്കൽ ശരിയായ ദീനാണ് എന്ന് പറയുന്നിടത്ത് അള്ളാഹു നൽകുന്ന ഒരു ഊന്നൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നാം 5 നേരം നമസ്കരിക്കുന്നവരാണ്. ദിനേന 5 നേരം നമസ്കരിക്കുന്നത് മുഖേന ഉണ്ടാവേണ്ടുന്ന എല്ലാ ആത്മീയ വളർച്ചയും, ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന സമയനിഷ്ഠയും, അതിൻ്റെ അനിവാര്യ താല്പര്യമായി ഉണ്ടാവേണ്ട ജീവിത വിശുദ്ധിയും, സക്കാത്ത് കൊടുക്കുന്നത് മുഖേന സക്കാത്തിനെ കുറിച്ചുള്ള ഉത്ബോധനം ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്യുന്നത് മുഖേന സാമ്പത്തിക രംഗത്തുണ്ടാകേണ്ട ശുദ്ധിയും വളർച്ചയും എല്ലാം ശരിയായ ദീനിന്റെ ഭാഗമായി ഉൾക്കൊണ്ടവരാണ് എങ്കിൽ 12 മാസങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് അന്ന് മുതൽ നിർണയിച്ച ഈ കാലഗണന ദാലിക ദീനുൽ ഖയ്യിം, ഇതും ശരിയായ ദീനായി മനസ്സിലാക്കാൻ നമസ്കരിക്കുന്ന സഹോദരന്മാർക്ക് കഴിയണം എന്ന് പടച്ചതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതിന് അങ്ങനെയുള്ള ഒരു ഗൗരവ തലമുണ്ട് എന്ന് വളരെ വിനയപുരസ്സരം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. മറ്റു നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കലണ്ടറിന്റെയോ കാലഗണനയുടെയോ യാതൊരുവിധ സങ്കീർണതയുമില്ലാത്ത, മനുഷ്യന് യഥാർത്ഥത്തിൽ ആശ്വാസദായകവും ആരാധനകളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറി വരുന്ന ഋതുഭേദങ്ങളിൽ അനുഷ്ഠിക്കാനും അനുഭവിക്കാനും കഴിയുന്ന സന്തോഷകരമായ അവസ്ഥയും ചന്ദ്രമാസ ഗണന അനുസരിച്ചുള്ള ഈ വർഷക്രമത്തിനുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർവോപരി 130 കോടിയിലേറെ വരുന്ന മുസ്ലിം സമുദായത്തിന്റെ അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ഈ ചന്ദ്രമാസ ക്രമമുള്ള 12 മാസങ്ങളിലൂടെയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുകയും ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ ഇസ്ലാം ഇതിന് കൊടുത്ത ഒരു ഊന്നലിനെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനാനുസാരം ഈ കാലഗണനയെ നമ്മുടെ ഹൃദയ മസ്തിഷ്കത്തിൽ പച്ചയായി നിർത്തിയും നമ്മുടെ അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും നമ്മുടെ തീരുമാനങ്ങളും നാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ തീയതി നിർണയിക്കുന്ന അവസരങ്ങളുമെല്ലാം ഇതിനനുസൃതമായി ക്രമീകരിക്കാൻ
സത്യവിശ്വാസികളായ നമുക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യം വിനയപുരസ്സരം നാം തിരിച്ചറിയുക. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തെ നയിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭരണ പാടവത്തിന്റെയും രാഷ്ട്ര നൈപുണ്യതയുടെയും ഭാഗമായി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മദീനയാകുന്ന കേന്ദ്ര ഭരണദേശത്ത് നിന്ന് വിശാലമായ തലങ്ങളിൽ പരന്നു കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വിവിധ പ്രവിശ്യകളിലേക്ക്, സ്റ്റേറ്റുകളിലേക്ക്, അവിടങ്ങളിൽ ചുമതലയേൽപ്പിക്കപ്പെട്ട ഗവർണർമാർക്ക് അദ്ദേഹം കൃത്യമായ പദ്ധതികൾ, കൃത്യമായ പ്ലാനുകൾ സമർപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ മുഹറമിൽ ഇന്നത് ചെയ്യണം, റബീഉൽ അവ്വലിൽ ഇന്ന കാര്യങ്ങൾ പൂർത്തിയാക്കണം, ദുൽഖഅദ് ആകുമ്പോഴേക്ക് ഇന്ന പണി അവിടെ നടന്നിരിക്കണം എന്നിങ്ങനെ അദ്ദേഹം തന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായി കൃത്യമായി ഈ ഗവർണർമാരായി ചുമതലയേൽപ്പിക്കപ്പെട്ട സ്റ്റേറ്റ് ഭാരവാഹികൾക്ക് നൽകാറുണ്ടായിരുന്നു. അത്തരം നിർദ്ദേശങ്ങൾ കയ്യിൽ കിട്ടിയ ഒരു സന്ദർഭത്തിൽ ഒരു ഗവർണർ ഒരു ചിന്തക്ക് വഴി തുറന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആകുന്ന കേന്ദ്ര ഭരണാധികാരിക്ക് ഒരു കത്തയച്ചു. നിങ്ങൾ മുഹറമിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്, റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് ഇന്നത് പൂർത്തീകരിക്കണമെന്ന്, ദുൽഖഅദ് ആകുമ്പോഴേക്ക് കാര്യങ്ങൾ യഥാവിധം ക്രമീകരിച്ചിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. പക്ഷേ ഏത് വർഷത്തിലെ മുഹറം, ഏത് വർഷത്തിലെ ദുൽഖഅദ് എന്നിങ്ങനെ പറയാൻ നമുക്കൊരു വർഷം ഇല്ലല്ലോ. അതുകൊണ്ട് അത്തരം ഒരു ചിന്ത നമുക്ക് അനിവാര്യമായി വന്നിരിക്കുന്നു എന്ന് ഒരു ഗവർണർ കത്തയച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന സഹാബയെ കിറാം റളിയല്ലാഹു തആല അൻഹും അവരെ വിളിച്ചുകൂട്ടി നടത്തിയ ഒരു മശൂറക്ക് ഒടുവിലാണ്, ഒരു കൂടിയാലോചനക്കൊടുവിലാണ് ഹിജ്റ വർഷം ഇസ്ലാമിന്റെ ഔദ്യോഗിക വർഷമായി അംഗീകരിക്കപ്പെട്ടത് എന്നും ഈ ചരിത്ര വിശകലനത്തിന്റെ ഭാഗമായി നാം തിരിച്ചറിയണം. ആ ചർച്ചയിൽ പലരും മുസ്ലിം സമുദായത്തിന്റെ ഒരു വർഷക്രമം എന്ന നിലക്ക് പരിഗണിക്കേണ്ട വിഷയങ്ങളായി വ്യത്യസ്ത കാര്യങ്ങളെ ഉന്നയിക്കുകയുണ്ടായി. ചില ആളുകൾ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നമുക്ക് ഒരു വർഷത്തിന്റെ ക്രമം, ഒരു വർഷം തുടങ്ങാനുള്ള നിമിത്തമായും അവിടെ മുതൽ എണ്ണി തുടങ്ങുന്ന ഒരു ക്രമമായും ആരംഭിക്കാം എന്ന് അഭിപ്രായപ്പെട്ടു. വേറെ ചില ആളുകൾ മരണത്തെക്കുറിച്ചും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഈ അഭിപ്രായങ്ങളൊന്നും ആ ചർച്ചയിൽ അംഗീകരിക്കപ്പെട്ടില്ല. അതിലൊന്നും അവർ ഒരു പ്രാധാന്യമോ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമോ കണ്ടില്ല. അവസാനം ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഈ വ്യക്തിപൂജയും വീരാരാധനയും തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇസ്ലാമിൽ പരിഗണനീയമല്ല എന്നതിനാൽ ഈ പറഞ്ഞ വർത്തമാനങ്ങളൊന്നും ഒരു വിഷയമായി എടുക്കാതെ അവർ പിന്നെയും ഈ വിഷയങ്ങളെക്കുറിച്ച് വിശകലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ അത്തരം ഒരു ഘട്ടത്തിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ കൃത്യമായ വിജയം നമുക്ക് സാധ്യമായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നത് മുതലാണ്. അതുകൊണ്ട് ഹിജ്റയെ നമുക്ക് നമ്മുടെ വർഷമായി അംഗീകരിക്കാം എന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ എല്ലാവരും ഐക്യകണ്ഠേന അത് അംഗീകരിക്കുകയും അങ്ങനെ ഇസ്ലാമിക ലോകത്തിന്റെ കാലഗണനയിൽ ഹിജ്റ എന്നത് വർഷത്തിന്റെ ക്രമമായി വരികയും ചെയ്തു എന്ന് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സദസ്സിനെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിയിരുന്ന ഒരു കാര്യം ഈ ചർച്ചയിൽ അവർക്ക് വഴിവിളക്കായിരുന്നു എന്നും ആ ചർച്ചയെ വിശകലനം ചെയ്തുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ക്രൈസ്തവർ മറിയമിന്റെ പുത്രൻ ഈസയെ വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തരുത് എന്നും ക്രൈസ്തവ സമൂഹം ഈസയുടെ ഖബറിടത്തെ ആരാധനാ കേന്ദ്രമാക്കിയതുപോലെ നിങ്ങൾ എന്റെ ഖബറിടത്തെ അങ്ങനത്തെ ഒരു കേന്ദ്രമാക്കരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി സമുദായത്തെ ബോധവൽക്കരിച്ചിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനനം, അതിനു മുമ്പ് ശേഷം എന്ന ഈ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ കാലവർഷത്തിലെ BC AD എന്ന ആ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് സമാനമായ ഒരു വീരാരാധന, ഒരു വ്യക്തിപൂജ, ഹബീബിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രാധാന്യം ഇസ്ലാമിൽ കൽപ്പിക്കപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഒരു ജനത പ്രവാചകന്റെ ജനനത്തിന് മുമ്പ് എന്നോ
പ്രവാചക ജനത്തിന്റെ ശേഷം എന്നോ രീതിയിൽ ഒരു കാലഗണന തീരുമാനിക്കാതെ അള്ളാഹുവിന്റെ ദീനിന് കൃത്യമായ ഉയർച്ചയും വളർച്ചയും സാധ്യമായി വന്ന ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവായി നിർണയിക്കുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹബീബിന്റെയും സഹാബത്തിന്റെയും റളിയല്ലാഹു തആല അൻഹും ഈ പലായനത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒരു കലണ്ടർ ക്രമീകരിച്ചത് എന്നും ബുദ്ധിയുള്ള മനുഷ്യർ, വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രയൊക്കെ പ്രാധാന്യമേ ഇത്തരത്തിൽ ഹബീബിന്റെ ജന്മദിനത്തിനും മരണദിനത്തിനുമൊക്കെ അവർ കൽപ്പിച്ചുള്ളൂ എന്നിരിക്കെ പിൽക്കാലത്ത് കുറെ നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും കാലഗണനയ്ക്ക് ശേഷം ആരോ യേശുക്രിസ്തുവിന്റെ ജന്മദിനത്തിന്റെ ആഘോഷത്തിമർപ്പിൽ അങ്ങനെ ഒന്ന് നമുക്കില്ലാതെ പോയതിന്റെ ഖേദം തീർക്കാൻ ഉണ്ടാക്കി വെച്ച ഒരു മീലാദുൻ നബി എന്നതല്ലാതെ ഇപ്പോൾ നമ്മുടെ സമുദായം കൊണ്ടു നടക്കുന്ന ഈ ദിനാചരണത്തിന് ഒരു പ്രാധാന്യവുമില്ല എന്ന് ഈ ചരിത്രത്തിന്റെ പിൻബലത്തിൽ തിരിച്ചറിയാൻ കൂടി നമുക്ക് സാധിക്കണം. എന്തായിരുന്നാലും ഇസ്ലാമിന് വളരെ കൃത്യമായ ഒരു ക്രമം അതോടുകൂടി ഉണ്ടായി വന്നു. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ അന്ന് തുടങ്ങിയ മുഹറമിൽ തുടങ്ങി ദുൽഹജ്ജിൽ അവസാനിക്കുന്ന 12 മാസങ്ങൾ ചേരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിൽ നിന്ന് 11 ദിവസം കുറവുള്ള കൃത്യമായ ഒരു വാർഷിക ക്രമം ഭൂലോകത്ത് മനുഷ്യ സമൂഹം മഹാരഥന്മാരായ പ്രവാചകന്മാർ അലൈഹിമുസ്സലാം അവരിലൂടെ തുറന്നുകൊണ്ടിരിക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിനും ശേഷം രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിലെ പ്രഗൽഭമതികളായ സഹാബയെ കിറാം റളിയല്ലാഹു തആല അൻഹും അവർ ഒന്നിച്ചു കൂടിയെടുത്ത ഒരു തീരുമാനത്തോടു കൂടി ഹിജ്റ വർഷം എന്ന ക്രമവും നമുക്കുണ്ടായി വന്നു. ഇപ്പോൾ നമുക്കൊരു വർഷമുണ്ട്, കൃത്യമായ 12 മാസങ്ങളുണ്ട്, കണക്ക് കൂട്ടാനുള്ള സൗകര്യപ്രദമായ ഒരു രീതിയുമുണ്ട്. അത് മുസ്ലിം സമുദായത്തിന്റെ ശരിയായ ദീനീ കാഴ്ചപ്പാടിന്റെ ഭാഗമായി മാറണം എന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ തൗബയിലെ 36-ാമത് ആയത്തിൽ 12 മാസങ്ങളായിട്ടാണ് തമ്പുരാൻ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. അത് തമ്പുരാന്റെ കിതാബിൽ ലൗഹുൽ മഹ്ഫൂദിൽ അങ്ങനെ തന്നെയാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. ആകാശഭൂമികളെ സൃഷ്ടി മുതൽ അങ്ങനെയാണ് കാര്യങ്ങളെ അല്ലാഹു നിർണയിച്ചു കൊടുത്തത്. ആ രീതിയിൽ ഈ കാലഗണനയെ നിങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയണം. അതിൽ 4 മാസം പവിത്ര മാസങ്ങളായി നിലനിൽക്കണം. ശാന്തിയും സമാധാനവും തുളുമ്പി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അനിവാര്യമായി യുദ്ധം രാഷ്ട്രങ്ങൾ തമ്മിൽ സംഭവിക്കേണ്ടി വന്നാൽ പോലും അത് ഈ മാസങ്ങളിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. യുദ്ധത്തിന്റെയും കലഹത്തിന്റെയും ലഹയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും അതിന്റെ അനിവാര്യ താല്പര്യമായി വരുന്ന അസമാധാനത്തിന്റെയും വിത്തുകളല്ല ഭൂമുഖത്ത് പാകപ്പെടേണ്ടത്. അതുകൊണ്ട് ഒരു 4 മാസം നിങ്ങൾക്കിടയിൽ യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളായി നിൽക്കട്ടെ. അതിനെ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുവിൻ. സമാധാനത്തിന്റെ അനുഭവവും അനുഭൂതിയും നിങ്ങളുടെ മനസ്സുകളെ മതിക്കട്ടെ. അതുകൊണ്ട് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതം സമാധാനം കാക്ഷിക്കുന്നു എന്നതിനാൽ സമാധാനത്തിന്റെ വഴിയിലൂടെ ജീവിക്കുമ്പോൾ ഉണ്ടായി വരുന്ന അനുഭവത്തിലൂടെ സമാധാന ഭംഗം വരാത്ത ബാക്കിയുള്ള 6 മാസങ്ങൾ, ബാക്കിയുള്ള 8 മാസങ്ങൾ, ആ 8ഉം 4ഉം ചേരുന്ന 12 വർഷം ചേരുന്ന ഒരു വർഷം പൂർണ്ണമായും സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പ്രചോദനമാവട്ടെ. ഇത് അള്ളാഹു നിശ്ചയിച്ച ഒന്നാണ്. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ശരിയായ ദീൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ വിശ്വാസി സമൂഹത്തിന് ബാധ്യതയുണ്ട് ഇസ്ലാമിന്റെ ഈ സാംസ്കാരിക ക്രമത്തെ, അള്ളാഹു അവന്റെ കിതാബിലൂടെ ശരിയായി പഠിപ്പിച്ച ഈ രീതിയെ മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതക്രമത്തിന്റെ ഭാഗമായി നിർണയിച്ച ഈ ക്രമത്തെ അതിനെ കാലത്തിന്റെ തേട്ടവും താല്പര്യവും അനുസരിച്ച് പിന്നെയും ക്രമീകരിച്ച് അതിന്റെ പൂർണ്ണതയിൽ അതിനെ എത്തിച്ച് വർഷവും മാസങ്ങളും ചേരുന്ന ഹിജ്റ വർഷവും മാസഗണനയുമുള്ള ഒരു ക്രമപ്രവൃത്തമായ രീതിയിലേക്ക് നമ്മുടെ സലഫുസ് സ്വാലിഹീങ്ങൾ എത്തിച്ച് ക്രമീകരിക്കുന്ന ഈ ക്രമത്തെ യഥാവിധി പാലിച്ചുകൊണ്ട് നമ്മുടെ തീയതികൾ, നമ്മുടെ രീതികൾ, നമ്മുടെ യാത്ര പുറപ്പെടൽ, നമ്മുടെ ഒന്നിച്ചുള്ള കൂടിയിരിക്കൽ, നമ്മുടെ ആഘോഷങ്ങൾ ഈ ക്രമത്തിലായതുപോലെ ബാക്കിയുള്ള ദൈനംദിന കാര്യങ്ങളെയും ഈ ഒരു രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു ശൈലിയും സംസ്കാരവും തുടരാൻ നമുക്ക് സാധിക്കണം. നാം ജീവിക്കുന്ന ഒരു ക്രമത്തിൽ നമുക്ക് പരിചയപ്പെട്ട രീതി ഒന്ന് വേറെ ആയതുകൊണ്ട് ആ രീതി നമ്മുടെ നാവിൻ തുമ്പിലും ചിന്തയിലും കടന്നു വരിക എന്നത് വേഗത്തിൽ സംഭവിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം ഒരു ക്രമത്തെയും രീതിയെയും അറിയാത്തവരായിട്ട് വിശ്വാസി സമൂഹം മാറാൻ പാടില്ല എന്ന് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞു വെച്ചത്. അങ്ങനെ ഒരു പുതുവത്സരം പിറക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ എങ്ങനെയാണ്
ഈ ഒരു പുതുവത്സര പിറവിയെ നോക്കിക്കാണുക എന്നും ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണം. നമ്മുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പുതുവത്സരത്തെ സ്വാഗതം ചെയ്യുന്ന രീതിശാസ്ത്രം നമുക്കറിയാം. എന്തിനേയും ആഘോഷമാക്കി മാറ്റി വിപണിയെ ത്രസിപ്പിക്കുന്ന, വിൽപ്പനയും അതുപോലെ തന്നെ ഗുണഭോക്താക്കളെ ആകർഷിച്ച് അധികമായി അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന രീതിയും മോഹം ഉദിപ്പിച്ച് ക്രമീകരിച്ച ഒരു സംവിധാനമാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ വിപണി അധിഷ്ഠിത സംസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്തും ഇവിടെ ആഘോഷമാണ്. എന്തും ആഘോഷമായി മാറുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ നേടുന്ന ആളുകൾ മറുഭാഗത്തുണ്ട് എന്നറിയണം. അതുകൊണ്ട് പുതുവത്സരം ആഘോഷമായി തീരുകയും ആഘോഷം തെറ്റായ സംസ്കാരത്തിലേക്ക് നീങ്ങുകയും അത് മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും ഇടങ്ങളും തലങ്ങളുമായി തീരുകയും അങ്ങനെ വരുമ്പോൾ ഡിസംബർ 31 അർദ്ധരാത്രി മുതൽ കുടിച്ചു പൂശായിട്ട് പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാൻ ശ്രമിക്കുകയും അവസാനം ബുദ്ധി മറിയുമ്പോൾ തുണിയില്ലാതെ നടക്കാൻ തയ്യാറാകുന്ന യുവത തുണി അഴിഞ്ഞ് ആടുകയും ചെയ്യുന്ന ഒരു പുതുവത്സര രീതിയും ശൈലിയും ഉണ്ടെന്ന കാര്യം നമുക്കറിയാം. മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരും ഇത്തിരിയൊക്കെ ഇസ്ലാമിക മൂല്യബോധമുള്ളവരും വരെ ഇത്തരം ആഘോഷത്തെ ആഘോഷിക്കാനും അതിന്റെ ഓരം പറ്റി നിൽക്കാനുമൊക്കെ ത്വരയും പ്രവണതയും കാണിക്കുന്ന ആളുകളാണ് എന്നതുകൂടി ഈ തെറ്റായ സംസ്കാരം സമുദായത്തിനകത്ത് എത്രമേൽ കടന്നു കയറി വരികയും മൂടറക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു വലിയ അടയാളം കൂടിയാണ്. എന്നാൽ വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയണം, ഇങ്ങനെ ഒരു വർഷം വന്നു ഭവിക്കുമ്പോൾ, ഒരു പുതിയ വർഷം നമ്മെ സമീപിക്കുമ്പോൾ ഇസ്ലാമിനോട് കൂറുള്ള, ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ അഭിരമിക്കുന്ന, അതിനോട് മമതയുള്ള ഒരു സമുദായം എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ച ഗൗരവതരമായ ചിന്ത ഒരു പുതുവത്സരത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ, ഒരു പുതുവത്സര പിറവി വന്നണയുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാം നിസ്സാരമായിട്ട് കാണുന്ന, എന്തിനേയും നിസ്സംഗമായി നോക്കി നിൽക്കുന്ന, എല്ലാം ഗൗരവം വിട്ട് ആഘോഷത്തിമർപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ഈ തെറ്റായ സംസ്കാരത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ മുസ്ലിം സമുദായത്തിന് പാടില്ല. അതുകൊണ്ട് ലോകത്ത് മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന എവിടെയും ഹിജ്റ വർഷം, ഒരു പുതുവർഷം പുലരുമ്പോൾ ഒരാഘോഷവും നമ്മൾ കാണുന്നില്ല. ഇന്ന് പുതുവർഷത്തിന്റെ ഒരു സുദിനമാണ് എന്നിരിക്കെ ലോകത്ത് എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾ പുതുവത്സരം ആഘോഷിക്കുന്ന ഒരു ചിത്രമോ ഒരു വാർത്തയോ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചു പോകും. അങ്ങനെ വായിക്കാതെ പോകുന്നത് യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിക സംസ്കാരമല്ലാത്തത് കൊണ്ടാണ്. ജീവിതത്തെക്കുറിച്ച് ഗൗരവതരമായ വിലയിരുത്തലാണ് ഒരു വർഷം നമുക്ക് സമീപസ്ഥമാകുമ്പോൾ ഉണ്ടായി വരേണ്ടത്. ഒരു വർഷം ഇതാ കൊഴിഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോവുകയാണ്. നമ്മുടെ ജീവിത വസന്തത്തിൽ നിന്ന് ഒരു ഇല അടർന്നു വീണിരിക്കുന്നു. നാം മരണത്തോട് ഒരു വർഷം അടുക്കുന്നു. ഗൗരവതരമായ ഈ ചിന്ത വിശ്വാസിയുടെ മനോമുകുരത്തിൽ മിന്നൽ പിണറായി വരുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരുപാട് തേട്ടങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും ഉണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷേ ഈ നിസ്സംഗതയാണ്, ഇത്തരം ഗൗരവതരമായ വിഷയങ്ങളെ നോക്കിക്കാണാത്ത നിസ്സംഗതയാണ് നമ്മുടെ ശൈലിയായി മാറിയത് എന്ന് വേദനയോടെ നാം ഓർക്കണം. പ്രപഞ്ചത്തിൽ സന്ധ്യ മയങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ആ അത്ഭുതത്തെ യഥാവിധി ചിന്തിക്കുന്നവർ സന്ധ്യയുടെ ആ സമയത്ത് പ്രാർത്ഥനാ നിരതരായിരിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സന്ധ്യ മയക്കത്തെ നിങ്ങൾ നോക്കിക്കാണുക. സന്ധ്യ മയങ്ങുമ്പോൾ പക്ഷികൾ അങ്ങനെ മൂകരായി കൊമ്പിൽ അവരുടെ താമസ സ്ഥലത്ത് ഇടം പിടിക്കുന്നു. ഇത്തിരി ബഹളം വെച്ചാലും ഉടനെ ആ ബഹളം ശമിക്കുന്നു. അവർ എങ്ങോട്ടോ അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്നത് പോലെ ഇലകൾ അങ്ങനെ കൂമ്പി അടയുന്നു. സസ്യലതാദികളുടെ മരങ്ങളിലും ചെടികളിലുമൊക്കെ ആ സന്ധ്യ മയക്കത്തിൽ ഇങ്ങനെ ഒരു ഭാവമാറ്റം കാണാം. അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ്, പടച്ചതമ്പുരാനെ പ്രകീർത്തിക്കുകയാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശ ഭൂമികളിലെ സകലതും അല്ലാഹുവിന് പ്രകീർത്തനം ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. പക്ഷെ നമുക്ക് ഈ സമയം ഒരു പ്രശ്നവും സൃഷ്ടിക്കാറില്ല. ഇത്തരത്തിലൊരു സന്ധ്യമയക്കം നമ്മെ സ്വാധീനിക്കാറില്ല. നമ്മൾ അപ്പോഴും കളിക്കളത്തിലായിരിക്കാം, അല്ലെങ്കിൽ തെരുവിലായിരിക്കാം, അതല്ലെങ്കിൽ മിനി സ്ക്രീനിന്റെ മുമ്പിലായിരിക്കാം, അതുമല്ലെങ്കിൽ ചായക്കടയിലെ ചായക്കോപ്പക്ക് മുമ്പിലെ വർത്തമാനത്തിൽ മുഴുകിയിരിക്കാം. അതിനപ്പുറത്ത് ഈ പ്രകൃതിയിലെ മാറ്റം നമ്മുടെ പ്രകൃതത്തെ സ്വാധീനിക്കാറില്ല. പക്ഷെ ഹബീബായ റസൂലുള്ളാഹി അങ്ങനെയായിരുന്നില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയിലായിത്തീരും,
സന്ധ്യ മയങ്ങുമ്പോൾ ഹബീബ് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് വായിക്കാം. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹിയ വബിക നമൂത് വഇലൈക നുശൂർ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിക അംസൈന, നീ മുഖേനയാണ് കേട്ടോ ഈ സന്ധ്യമയക്കം. വബിക അസ്ബഹ്ന, നാളെ നിന്റെ അനുഗ്രഹമുണ്ടെങ്കിലേ വിവാദം പൊട്ടിവിടരൂ, അല്ലെങ്കിൽ ഈ ഇരുട്ടങ്ങ് നിലനിൽക്കും. ഈ രാത്രി അങ്ങ് സർമദ, ഖുർആനിന്റെ ഭാഷ അങ്ങനെയാണ്. ഈ രാത്രി അങ്ങ് ദൃഢമായി സ്ഥിരമായി നിൽക്കും. പിന്നെ ഒരു പ്രഭാതം നിങ്ങൾക്ക് കിട്ടില്ല. രാത്രി സ്ഥിരമായി നിന്നാൽ നിങ്ങൾക്ക് ജീവസന്ധാരണം സാധ്യമാകില്ല. നിങ്ങളുടെ മാനസികാവസ്ഥ ക്രമം തെറ്റും, നിങ്ങളുടെ മൈൻഡ് സെറ്റിംഗ് മാറും, നിങ്ങൾ ഭ്രാന്തമായിട്ട് പുലമ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ രാത്രിയെ ഇങ്ങനെ നിർത്താൻ നാഥന് കഴിയും എന്നിരിക്കെ വബിക അസ്ബഹ്ന, നീ മുഖേന മാത്രമാണ് പ്രഭാതം സാധ്യമാവുക. അതുകൊണ്ട് വബിക നഹിയ വബിക നമൂത്, നീ മുഖേനയാണ് ഞങ്ങളുടെ ജീവിതം, നീ മുഖേനയാണ് ഞങ്ങളുടെ മരണം. വഇലൈക നുശൂർ, നിന്നിലേക്കാണ് പടച്ചവനെ മടക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനയിൽ മുഴുകുമെങ്കിൽ ദിനേന പ്രകൃതിയിൽ വരുന്ന ഈ മാറ്റം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാറില്ല. നമുക്ക് ഗൗരവമില്ലാതായിരിക്കുന്നു. ജീവിതത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുന്ന ഒരു ജനതയാണ് ഒരു പുതിയ വർഷത്തെ കളിതമാശകളായിട്ട് കാണുക. അവർക്കേ ആഘോഷിക്കാൻ സാധിക്കൂ, അല്ലാത്തവൻ ഗൗരവത്തോടെ ചിന്തിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇസ്ലാമിലെ പുതുവത്സരത്തിൽ ഹിജ്റ വർഷം പിറക്കുമ്പോൾ ആഘോഷങ്ങളില്ല. അവിടെ ഗൗരവതരമായ ആത്മവിശകലനമാണ്, ഗൗരവതരമായ ആത്മവിമർശനമാണ്, യഥാർത്ഥത്തിൽ കണക്കെടുപ്പാണ്. അതിനനുസൃതമായ പുതിയ പ്രതീക്ഷകളും പ്ലാനും പദ്ധതിയുമായി അടുത്ത ഒരു വർഷം തനിക്കനുകൂലമാക്കി മാറ്റാനുള്ള മത്സരത്തിലേക്ക് ഇസ്ലാമിക ജീവിതക്രമം സ്വീകരിച്ച് ദൗത്യ നിയോഗ നിർവഹണത്തിലൂടെ മുന്നേറുന്ന, ജീവിതത്തെ ഗൗരവത്തോടെ കാണുന്ന ഒരു വിശ്വാസി ഉണ്ടാവുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു രീതിശാസ്ത്രമുണ്ട് ഇസ്ലാമിൽ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, നിശ്ചയം ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും, ലആയാത്തിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന മനുഷ്യന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വലിയ വിഷയമാണ്, ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വലിയ വിഷയമാണ്. അതിന്റെ കൂടെ ചേർത്ത് പറയുന്നു വഖ്തിലാഫുൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി മാറി വരും. രാപ്പകലുകൾ മാറി മാറി വരുമ്പോ ഈ സൂര്യന്റെ കറക്കത്തിനും ഭൂമിയുടെ കറക്കത്തിനും അനുസൃതമായി നമുക്ക് രാവും പകലും ദിനങ്ങൾ കണക്ക് കൂട്ടാൻ പറ്റുന്നു. ദിനങ്ങൾ ചേർന്ന് വരുമ്പോൾ ആഴ്ചകൾ, ആഴ്ചകൾ ചേർന്ന് വരുമ്പോൾ മാസങ്ങൾ, മാസങ്ങൾ ചേർന്ന് വരുമ്പോൾ വർഷങ്ങൾ, വർഷങ്ങൾ ചേർന്ന് നൂറ്റാണ്ടുകളും നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങളുമായിട്ട് കാലഗണന ക്രമീകരിക്കുമ്പോൾ ഭൂമുഖത്ത് മനുഷ്യൻ തുടങ്ങിയിട്ട് ഇത്ര വർഷം വരെ എന്ന് കണക്ക് കൂട്ടാൻ കഴിയുന്നു എങ്കിൽ ഈ ദിനരാത്രങ്ങളുടെ മാറി മാറി വരവിന് ഒടുവിലാണ് ഒരു വർഷത്തിന്റെ പൂർത്തീകരണം എന്ന്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും, ലആയാത്തിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന മനുഷ്യന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്ന്, ചിന്ത വരണമെന്ന്, യഥാർത്ഥത്തിൽ ചിന്ത മുളപൊട്ടണമെന്ന്. അങ്ങനെയുള്ള ആ വിശ്വാസികൾ, ഇങ്ങനെ ചിന്തിക്കുന്ന വിശ്വാസികൾ, അല്ലദീന യദ്കുറൂനല്ലാഹ്, അവർ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കും, പടച്ചതമ്പുരാനെ കുറിച്ച് ഓർക്കും, തന്നെ ഇങ്ങോട്ട് നിയോഗിച്ച നാഥനെ കുറിച്ച്, തന്നെ തിരിച്ചു വിളിക്കാനുള്ള യഥാർത്ഥ അതോറിറ്റിയെ കുറിച്ച്, അതിനിടയിൽ തനിക്ക് ലഭ്യമായ ആയുഷ്കാലത്തിൽ ഇത്രയും എത്തിയതിനെ കുറിച്ച്, ഇപ്പോൾ ഇത്രയും വർഷം കൊഴിഞ്ഞു പോയതിനെ കുറിച്ച്, ഇനി എത്ര കാലമെന്ന അജ്ഞാതമായ, ഉറപ്പില്ലാത്ത, ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് അവരങ്ങ് ചിന്തിക്കും. അപ്പോൾ നരകവും സ്വർഗവും തന്റെ കർമ്മങ്ങളും തനിക്ക് സംഭവിച്ചു പോയ വീഴ്ചകളും തിരുത്തേണ്ട കാര്യങ്ങളും ഇനിയും ഞാൻ പ്രതിജ്ഞയെടുത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങളും അവന് മുമ്പിൽ പുതിയ പദ്ധതികൾ ഉണ്ടായി വരും, പുതിയ തീരുമാനങ്ങൾ ഉണ്ടായി വരും, കൃത്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാകും. നിസ്സംഗ ഭാവം വെടിഞ്ഞ് ജീവിതത്തെ ഗൗരവതരമായി സമീപിക്കും. കളിക്കാനും ചിരിക്കാനും തമാശ പറയാനും സമയമില്ലാത്ത വിധം ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണുന്ന, രാപ്പകലുകൾ കൃത്യമായി ക്രമീകരിച്ച് നാഥന്റെ മാർഗത്തിലേക്ക് മുന്നേറുന്ന, വളരെ വിജിലന്റായ, ജാഗ്രത പാലിക്കുന്ന ഒരു വിശ്വാസിയെ നമുക്ക് കാണാം. അത്തരം ഗൗരവമായി കാര്യങ്ങളെ കാണുന്ന മനുഷ്യരെയാണ് ഇസ്ലാമിന് വേണ്ടത്. നിസ്സംഗമായിട്ട് ഒഴുകുന്ന ഒരു തലമുറയെ ഇസ്ലാമിന് വേണ്ട. അവർക്ക് ഇസ്ലാമിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവർ ഇസ്ലാമിന് ഭാരമായിട്ട് മാറും. അവരെ കൊണ്ട് ഇസ്ലാമിനൊരു ഗുണവും ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യവും കഴിഞ്ഞുപോയ തലമുറ ജീവിതത്തിൽ നൽകിയ ഗൗരവത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് വിശകലനം ചെയ്താൽ നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അല്ലദീന യദ്കുറൂനല്ലാഹ്, അവർ അല്ലാഹുവിനെ കുറിച്ച് ശരിക്കും ഓർക്കും.
അല്ലദീന യദ്കുറൂനല്ലാഹ, അവർ അല്ലാഹുവിനെ കുറിച്ച് നന്നായിട്ട് സ്മരിച്ചു കൊണ്ടിരിക്കും. ഖിയാമൻ വ ഖുഊദ, നിന്നും ഇരുന്നും, വഅലാ ജുനൂബിഹിം, കിടന്നും. ഏതേതു ഘട്ടത്തിലും നിന്നും ഇരുന്നും കിടന്നുമെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും, നിന്നുകൊണ്ടിരിക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോഴും കടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇരുന്നു കൊണ്ടിരിക്കുമ്പോഴുമൊക്കെ യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണുന്ന ആളുകളാണവർ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതത്തെ കണക്ക് കൂട്ടി മുന്നോട്ട് പോകുന്നവർ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വ ഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആ സന്ദർഭത്തിലും പടച്ചതമ്പുരാനെ കുറിച്ച്, അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അവന്റെ കുദറത്തിനെ കുറിച്ച്, അവന്റെ അടുക്കലേക്കുള്ള നുഷൂർ, മടക്കത്തെ കുറിച്ചൊക്കെ യഥാവിധി ചിന്തിക്കുന്നത് കൊണ്ട് അവിടെ മനസ്സിൽ നിന്നൊരു പ്രാർത്ഥന വരും. ആത്മഗതമെന്നോണം അത് മനസ്സിനുണ്ടായി വരുന്ന ഒന്നാണ്. കാണാതെ പഠിച്ചിട്ട് സമയമാകുമ്പോൾ പേപ്പർ നോക്കിയിട്ട് ചെല്ലുന്ന, അങ്ങനെ ചൊല്ലി വരുമ്പോൾ ഇടക്ക് മുറിഞ്ഞു പോകുമ്പോൾ പിന്നെയും പേപ്പർ എടുത്ത് ബാക്കി വായിക്കുന്ന, അങ്ങനെ വായിച്ചിട്ട് എണ്ണം തികക്കുന്ന ദുആയെ കുറിച്ചല്ല ഈ പറയുന്നത്. ഗൗരവത്തോടെ വിഷയങ്ങളെ അറിഞ്ഞിട്ട് ഹൃദയ മസ്തിഷ്കങ്ങൾ ആ വിഷയത്തിൽ മുഴുകുമ്പോൾ അതിന്റെ ഭാഗമായി ഹൃത്തടത്തുനിന്ന് വരുന്ന ഒരു പ്രാർത്ഥന, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. പടച്ചവനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചു വെച്ചതല്ല, ഇതിന്റെയൊക്കെ പിന്നിൽ കൃത്യമായ തീരുമാനത്തോടു കൂടിയാണ് നീ പ്രവർത്തിച്ചത്. ആ സൃഷ്ടിപ്പിൽ ഒരു ഇനമാണ് ഈ ഉള്ളവനും. ഇതെല്ലാം നീ അങ്ങനെ അങ്ങ് സൃഷ്ടിച്ചു വെച്ചതാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നീ എത്ര മഹത്തുടയവൻ പടച്ചവനെ, നരകത്തിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് ദിനരാത്രങ്ങളെക്കുറിച്ചും ആണ്ടുകളെക്കുറിച്ചും പുതുവർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നു എങ്കിൽ കടന്നു കഴിഞ്ഞു പോകാനുള്ള, ചെന്നെത്താനുള്ള ആ ഇടത്തിൽ നരകമെന്ന് പറയുന്ന ആ ഗുരുതരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സങ്കേതത്തിലേക്ക് എത്താതെ സ്വർഗത്തിലെത്തണമെന്ന അവന്റെ ഉറച്ച തീരുമാനവും അതിനനുസരിച്ച പ്രവർത്തനത്തിൽ അവന്റെ താല്പര്യവുമാണ് പ്രാർത്ഥനയായിട്ട് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് കാക്കണേ എന്ന പ്രാർത്ഥന വരുന്നത്. അപ്പൊ നരകത്തിൽ എത്തിപ്പെടാതെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കിട്ടിയ ആയുഷ്കാലത്തെ ക്രമമനുസരിച്ച് ജാഗ്രതയോടെ വ്യയം ചെയ്യണമെന്ന് ഈ സൂക്തം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടൊരു പുതുവത്സരം നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കണം, നമ്മെ യഥാവിധി സ്വാധീനിക്കണം. നമുക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാവണം, ചില തിരുത്തലുകൾ അനിവാര്യമാണ്. ഒരു വർഷം കഴിഞ്ഞു പോയപ്പോ അതിനനുസരിച്ച് കോശങ്ങളുടെ വളർച്ചയുടെ ശക്തി കുറഞ്ഞു. ഒരു വർഷം കടന്ന് മുറിഞ്ഞ് കഴിഞ്ഞു പോയപ്പോ തലയിലെ ആ കറുത്ത രോമങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നു, മുഖത്ത് ചില വടുക്കൾ പ്രകടമായി, തൊലി ഇത്തിരി ഒന്ന് എണ്ണമയം വിട്ട് പരുക്കനാകാൻ തുടങ്ങി. എങ്കിൽ അറിയണം, തീരുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്, തീരുമെന്ന് ഉറപ്പാണ്, ഇതാ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ തലയിലെ നിര നമ്മെ ചിന്തിപ്പിച്ചില്ല. തൊലിയുടെ എണ്ണമയം പോയപ്പോൾ ലോഷൻ വാങ്ങി തേച്ച് പരിഹരിക്കാൻ ശ്രമിച്ചു. മുടിയുടെ വെളുപ്പ് എണ്ണക്കറുപ്പിനേക്കാൾ കറുപ്പുള്ളതാക്കി മാറ്റാൻ നാം പിന്നെയും കടയിൽ കയറി വേണ്ടത് വാങ്ങിവെച്ചു. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടും നാം സുമുഖനായിട്ട് നടന്നു. പക്ഷെ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഇങ്ങനെയൊക്കെ വേഷം കെട്ടിയാലും ഒരു അവധിയുണ്ടെന്ന്, ആ അവധി കൃത്യമായിട്ട് വരുമെന്ന്, അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന്. അങ്ങനെ ഒരു അവധി വരുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് വന്ന് മാന്യമായി സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നിടത്ത് മാത്രം ഇവന് അങ്ങാടിയിൽ ലോഷൻ കിട്ടിയില്ല, ഇവൻ അപ്പുറത്ത് ചിന്ത വന്നില്ല. ഇങ്ങനെ നിസ്സംഗരായി ജീവിക്കുന്ന ഒരു സമുദായത്തെ ഇസ്ലാം മണ്ണിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഗൗരവത്തോടെ ജീവിതത്തെ കാണുന്ന ഒരു സമുദായത്തെയാണ് ഇസ്ലാമിന് വേണ്ടത്. ഗൗരവമില്ലായ്മയാണ് മുസ്ലിം സമുദായത്തിന്റെ ദുരന്തം. ഒന്നിനും ഒരു ഗൗരവമില്ലാതായി, ഒന്നിനും ഒരു ഗൗരവമില്ലാതായി. ഈ ഗൗരവമില്ലായ്മ നമ്മുടെ ഏറ്റവും വലിയ ശാപമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പുതുവത്സരത്തിന്റെ പിറവിയിൽ നമുക്കൊരു തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ അത് നമ്മെ സഹായിക്കുമെന്ന് വിനയപുരസ്സരം അറിയുക. അടുത്ത ഡിസംബർ 31 നടക്കാനിരിക്കുന്ന ആഘോഷ പുലരിയിൽ നേരെ ചൊവ്വെ നമസ്കരിക്കുന്ന ഒരുത്തന്റെയും പങ്കാളിത്തമുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനും വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു തെറ്റായ സംസ്കാരത്തിന്റെ ഭാഗമായി ഒഴുകലല്ല, ഒരു ശരിയായ സംസ്കാരത്തിന്റെ പാതയിൽ കാലുറപ്പിച്ച് നിർത്തലാണ് നമ്മുടെ ബാധ്യത എന്ന് മാതാപിതാക്കളായ നമ്മൾ, മഹല്ല് കൊണ്ട് നടക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, സമൂഹത്തിലെ കാരണവന്മാർ, ഇസ്ലാമിന്റെ പേരിൽ അണികളെ ചേർത്ത് നിർത്തി കൂലു തക്ബീർ പറഞ്ഞ് പ്രചോദിപ്പിക്കുന്ന നേതാക്കന്മാർ, അവർക്കൊക്കെയും ബാധ്യതയുണ്ട് എന്നും കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഗൗരവത്തോടു കൂടി ജീവിതത്തെ കണ്ട് വരാനിരിക്കുന്ന പരലോകത്തെ വിജയം വരിക്കുന്ന മാർഗത്തിൽ
നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ നേരെ ചൊവ്വെ ക്രമപ്രകാരം ക്രമപ്പെടുത്തി മുന്നോട്ട് നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم